കൂടുതൽ ചെയ്തത്. ഇപ്പോൾ പാലക്കാടിന്റെ എം പി വി കെ ശ്രീകണ്ഠൻ എം പി കൂടിയുണ്ട്. എം പി രാഹുലുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയാണ് തുടങ്ങുന്നത്. പുതുയുഗ യാത്ര അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. എം പി പുതുയുഗ യാത്ര പ്രധാനപ്പെട്ട ഒരാളാണ്, ആ ജാഥയുടെ പ്രധാനപ്പെട്ട നേതൃത്വം ഉള്ള ഒരാളാണ്. പക്ഷേ അപ്പോൾ ഇതിനകത്ത് കൊല്ലം ജില്ലയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഈ ഹോട്ടലിൽ രാഹുലുമായി ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് രാഷ്ട്രീയ പ്രാധാന്യമില്ലേ? എനിക്ക് മനസ്സിലായില്ല. മിഞ്ഞാന്ന് പറയണ കേൾക്ക് എന്താ നിങ്ങൾ ചോദിച്ചിട്ട് അറിയില്ല. മിഞ്ഞാന്ന് രാത്രി ഞാൻ ഇവിടെ താമസിച്ചു, ഇന്നലെ മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നത്. പത്തനംതിട്ട ജില്ലത്തെ കഴിഞ്ഞ് കൊല്ലത്ത് പോവാണല്ലോ. അപ്പോൾ രാവിലെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ റെസ്റ്റോറൻറ്റിൽ വെച്ച് അവിചാരിതമായിട്ട് രാഹുലിനെ കണ്ടു. നിഷ്കളങ്കമല്ലല്ലോ ആ കൂടിക്കാഴ്ച. അത് നിങ്ങൾ തീരുമാനിച്ച എങ്ങനെയാണ്? നിങ്ങളുടെ വ്യാഖ്യാനല്ലേ. ഞാൻ നിഷ്കളങ്കമായിട്ട് തന്നെ പറയാറുള്ളൂ. നിങ്ങളുടെ ചാനലുകാരോട് ചോദിച്ചാൽ അറിയാം. പാലക്കാടിന്റെ രാഷ്ട്രീയമാണോ ചർച്ച ചെയ്തത്, അതോ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയാണോ? പാലക്കാട് MLA അല്ലേ, ഞാൻ പാലക്കാട് MP അല്ലേ. കണ്ട സൗഹൃദം പറയണൊക്കെ രാഷ്ട്രീയം പറയാൻ മാത്രമാണെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയത്. നിങ്ങൾ ആ കണ്ണിലൂടെ കാണണോണ്ടാ. ഞാൻ നേരത്തെ കണ്ടല്ലോ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ കണ്ട്. അല്ല അടച്ചിട്ട് റൂമിൽ സ്വകാര്യ സംഭാഷണം അല്ലല്ലോ. സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്തൊരു സുഹൃത്തല്ലേ MLA, പാർട്ടിയിലുണ്ടായിരുന്ന ആളല്ലേ. കണ്ട സൗഹൃദം സംസാരിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയം സംസാരിക്കുക. ഉണ്ടായിരുന്ന ആളാണ്, പക്ഷേ പാർട്ടിയിൽ ഇപ്പോഴില്ല. പക്ഷേ ഒരു MLA MP ആ സൗഹൃദത്തിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ തരത്തിലുള്ള പരാതികൾ ഉയർന്നൊരു സാഹചര്യമാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളെ പാലക്കാട് വികസനത്തിന് വേണ്ടി ഒരു ഹോട്ടൽ മുറിയിൽ കണ്ടാണോ ആശയവിനിമയം നടത്തേണ്ടത്? ചാനലിൽ മുമ്പ് പ്രവർത്തിച്ച ആളുകൾ പുറത്താക്കപ്പെട്ട് നിങ്ങൾ കണ്ട സൗഹൃദം അറിയില്ല. 24 ചാനലിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ ചാനലിൽ നിന്ന് പുറത്താക്കി. അയാൾ ഏഷ്യാനെറ്റ് ചാനലിലാണ്. നിങ്ങൾ കണ്ടാൽ വേണ്ടില്ലേ. നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളോട് പോലും സൗഹൃദം പകർന്ന വ്യക്തിയാണ് ഞാൻ. രാഹുലിനെ പലയിടങ്ങളിലും കാണുമ്പോൾ മുതിർന്ന നേതാക്കളടക്കം മുഖം കൊടുക്കാതെ മാറിപ്പോകുന്നത് ഇതിനു മുമ്പ് കേരള പൊതുസമൂഹം കണ്ടിട്ടുണ്ട്. ആ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. നിങ്ങൾ കൊടുക്കുന്ന വാർത്തയാണ്. രാഹുലിനെ കണ്ടിട്ട് ആരും മുങ്ങാറില്ല, ഞങ്ങളെ കണ്ടിട്ട് ആരും മുങ്ങാറില്ല. ഒരു കാര്യം, ഒരു ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ഒരു സുഹൃത്ത്, ഏറ്റവും അടുത്തൊരു സുഹൃത്താണല്ലോ, അദ്ദേഹം വന്ന് സംസാരിക്കുമല്ലോ, ചർച്ച ചെയ്യലോ, എല്ലാം നല്ലതിനാ. രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ കുറിച്ച് നല്ലതിനായിരിക്കും. എല്ലാം നല്ലതിനാ. നിങ്ങൾ ആഗ്രഹമുണ്ടോ രാഹുലിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണമെന്ന്? അതിപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം 24 പറഞ്ഞ 24 ചാനലിൻ്റെ ഹെഡല്ലല്ലോ പാർട്ടിയിൽ ആരെ തിരിച്ചെടുക്കണം തീരുമാനിക്കണം. അത് ഞങ്ങളുടെ പാർട്ടി നേതൃത്വം സമയത്ത് ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന കാര്യമാണ്. സമയമാണ്, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ്. രാഹുൽ വീണ്ടും ജനവിധി ജയിക്കുമോ? പിന്നെ അല്ലാതെ തന്നെ CPM-ൽ നിന്ന് ഒരുപാട് പേരെ അടുപ്പിക്കുന്ന ജോലിയാണ് ഞാൻ. ശ്രീകണ്ഠന്റെ പ്രതികരണങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ ഈ പ്രതികരണം പിന്നെ കേൾപ്പിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഇവിടെ ഏറ്റവും വലിയ എന്തുകൊണ്ട് വേശ്യാ മാധ്യമങ്ങൾ ഇത്ര ഭയപ്പെടുന്നു, രാഹുൽ ശ്രീകണ്ഠൻ കൂടിക്കാഴ്ചയിൽ ഇത്ര ഭയം എന്തുകൊണ്ടാണ് ഇത്ര വെപ്രാളം ഈ വേശ്യാ മാധ്യമങ്ങൾക്ക് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ശ്രീകണ്ഠനെ രാഹുൽ കണ്ടതോ രാഹുലിനെ ശ്രീകണ്ഠൻ കണ്ടതോ എങ്ങനെയാണെങ്കിലും രണ്ടുപേര് കണ്ടുമുട്ടിയിട്ടുണ്ട്. ഈ കണ്ടുമുട്ടിയത് അവിചാരിതമല്ല എന്ന് മാത്രമല്ല, കണ്ടുമുട്ടിയത് മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമാണ്. ആ മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രാഹുലുമായിട്ടും ശ്രീകണ്ഠനുമായിട്ടും ഒക്കെ പല നേതാക്കളുമായിട്ടും നല്ല ബന്ധമുള്ള ഒരു നല്ല ഇൻഫ്ലുവൻസ് ഉള്ള, നല്ല സ്വാധീനമുള്ള, പാർട്ടിയിൽ നല്ല സ്വാധീനമുള്ള ഒരു നേതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഈ പറയുന്ന രാഹുലും ഈ പറയുന്ന ശ്രീകണ്ഠനും കണ്ടുമുട്ടിയത്. അവിചാരിതമല്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മാപ്രകളെ നിങ്ങൾ ഭയക്കുന്നത് തന്നെ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയാവാൻ പോകുന്നു. ഞാൻ നേരത്തെ ഉപയോഗിച്ചൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞില്ലേ, ശ്രീകണ്ഠനും രാഹുലും കൂടിക്കാഴ്ച നടത്തിയത് അവിചാരിതമല്ല. അത് പാർട്ടിയിൽ വളരെയധികം സ്വാധീനമുള്ള രാഹുലുമായിട്ടും ശ്രീകണ്ഠനുമായിട്ടും മറ്റു പല നേതാക്കളുമായിട്ടും, പല നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക നേതാക്കളുമായിട്ടും വലിയ ബന്ധമുള്ള, പാർട്ടിയിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ ആ നേതാവ് എന്താ നിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്? പാലക്കാട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് UDFൻ്റെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടമാണ്. അതിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് ഈ വലിയ സ്വാധീനമുള്ള നേതാവ് ആരോട് പറഞ്ഞു? VK ശ്രീകണ്ഠനോട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് VK ശ്രീകണ്ഠൻ കണ്ടതും സംസാരിച്ചതും. അതാ പറഞ്ഞത് അവിചാരിതമല്ല എന്ന് പറയാനുള്ള കാരണം. അവിചാരിതമായിരുന്നെങ്കിൽ 1, 2, 3 മിനിറ്റ് ആ ചായയും കുടിച്ച് അവിടെ പിരിയും. പക്ഷേ ഇത് ചായ കുടിക്കാൻ മണിക്കൂറുകളെടുത്തു, സമയമെടുത്തു, വളരെ ദീർഘമായ കൂടിക്കാഴ്ച തന്നെ നടത്തി. മനസ്സിലായില്ലേ?
അപ്പം ഞാൻ പറയുന്നത് മാപ്രകളെ ഒന്ന് നന്നായിട്ട് പൊട്ടിക്കരഞ്ഞോളൂ. പറ്റുമെങ്കിൽ ആ ന്യൂസ് റൂമിൽ ഒരു കൂട്ടമായിരുന്നിട്ട് ഒരു കൂട്ടക്കരച്ചിൽ നടത്തിക്കൊള്ളൂ. വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഫോട്ടോ കൂടി നിങ്ങൾക്ക് മുന്നിലായി വെച്ചിട്ട് ഇരുന്ന് കരഞ്ഞോളൂ എല്ലാവരും. മറ്റൊന്നും കൊണ്ടല്ല, രാഹുൽ മാങ്കൂട്ടം മത്സരിക്കാൻ പോകുന്നു. നിങ്ങൾ പാലക്കാട് ശ്രീനാദേവി കുഞ്ഞമ്മ വരും, അല്ലെങ്കിൽ പാലക്കാട് കെ മുരളീധരൻ വരും, അല്ലെങ്കിൽ പാലക്കാട് ഈ പറയുന്ന നമ്മുടെ IAS കണ്ണൻ ഗോപിനാഥൻ വരും എന്നൊക്കെ നിങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ട്. അതേ നിങ്ങൾ തന്നെ വാർത്ത മാറ്റിക്കൊടുക്കും. എപ്പോ UDFിൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് വരുമ്പോൾ നിങ്ങൾ ഇങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ എണ്ണി വന്ന് പാലക്കാട് ജില്ലയിലെത്തുമ്പോൾ പാലക്കാട്, മണ്ണാർക്കാട്, പട്ടാമ്പി, ഷൊർണൂർ, പാലക്കാട്, ആലത്തൂര് ഇങ്ങനെ എണ്ണി പോകുന്നതിനിടയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരുണ്ടാകും എന്ന് പറഞ്ഞാൽ പാലക്കാട് കെ മുരളീധരൻ മത്സരിക്കും, പാലക്കാട് കണ്ണൻ ഗോപിനാഥൻ മത്സരിക്കും, പാലക്കാട് ശ്രീനാദേവി കുഞ്ഞമ്മ മത്സരിക്കും എന്നൊക്കെ വാർത്ത കൊടുത്ത നിങ്ങൾ തന്നെ പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത നൽകേണ്ടി വരും. മനസ്സിലായില്ലേ? അതാണ്. അതിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്, എല്ലാവർക്കും. അതിപ്പോ ഞാൻ ഇന്ന ചാനൽ ഇതൊന്നും പറയുന്നില്ല, എല്ലാ ചാനലുകാർക്കും ആ കാര്യം ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്, വളരെ വ്യക്തമായി ബോധ്യമായിട്ടുണ്ട്. രാഹുൽ മത്സരിക്കാൻ പോകുന്നു, രാഹുൽ പാലക്കാട് സ്ഥാനാർത്ഥിയാകും, അതും UDF സ്ഥാനാർത്ഥിയാകും, കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും രാഹുൽ മാങ്കൂട്ടം എന്നുള്ളത് മാപ്രകൾക്ക് മനസ്സിലായിരിക്കുന്നു. അത് തന്നെയാണ് ഈ വെപ്രാളം. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പലതും പറയാത്തതും, നിങ്ങൾ പറയാൻ മടിക്കുന്നതും, നിങ്ങൾ മനസ്സിലാക്കാൻ മടിക്കുന്നതുമായ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പാലക്കാട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുമോ എന്ന് ചോദിച്ചാൽ, യെസ് ഓഫ് കോഴ്സ് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടമായിരിക്കും. രാഹുൽ മത്സരിക്കുക കൈപ്പത്തി അടയാളത്തിലായിരിക്കും, UDF സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും പാലക്കാട് നിന്ന് എന്ന് പറഞ്ഞാൽ തൻ്റെ നിയോജക മണ്ഡലം, താൻ സിറ്റിംഗ് MLA ആയിട്ടുള്ള നിയോജക മണ്ഡലത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനവിധി തേടും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, ആരാണ് ഇതിനു വേണ്ടി ഇത്രമാത്രം കരുക്കൾ നീക്കിയത് എന്ന്. ആ കരുക്കൾ നീക്കിയ വ്യക്തിയാണ് ഈ പറയുന്ന VK ശ്രീകണ്ഠന്. രാഹുൽ മത്സരിക്കും, രാഹുലാകും സ്ഥാനാർത്ഥി, അതുകൊണ്ട് രാഹുലിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് VK ശ്രീകണ്ഠന് നിർദ്ദേശം നൽകിയ വ്യക്തി ഈ കരുക്കൾ നീക്കിയ വ്യക്തിയാണ്. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ ഞാനിപ്പോൾ ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല, ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. മനസ്സിലായില്ലേ? അതിന് ചില കാരണങ്ങളുണ്ട്. ഇപ്പം ആ വ്യക്തിക്ക് വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും VK ശ്രീകണ്ഠനെയും വിളിച്ചു വരുത്തി അവരോട് ചർച്ചകളോ നിർദ്ദേശങ്ങളോ ഒക്കെ നൽകാമായിരുന്നു നേരിട്ട്. പകരം ആ വ്യക്തി ശ്രീകണ്ഠന് നിർദ്ദേശം നൽകിയിട്ട് രാഹുലിനെ ശ്രീകണ്ഠൻ കണ്ട് സംസാരിക്കുകയായിരുന്നു ചെയ്തത്, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നതും ശരിയല്ല. അത് അങ്ങനെ ചെയ്തതിനൊരു കാരണമുണ്ട്. ആ കാരണമുള്ളത് കൊണ്ടാണ് ആ വ്യക്തി ഇപ്പോൾ പരസ്യമായിട്ട് പുറത്തേക്ക് വരാത്തത്. എന്നാൽ ആ വ്യക്തി പരസ്യമായി പുറത്തേക്ക് വരാതിരിക്കുമോ? ഇല്ല. നിങ്ങൾ കരുതും പോലെയല്ല. കോൺഗ്രസ് രാഹുലിനെ പുറത്താക്കി, കോൺഗ്രസ് രാഹുലിനെ പടിയടച്ച് പിണ്ടം വെച്ചു, ഒക്കെ ശരിയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ സ്ഥാനാർത്ഥിയാണ്. ആരുടെ സ്ഥാനാർത്ഥിയാണ്? കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ആ പേര് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് പറയുന്നില്ല. നമ്മളിപ്പോൾ രാഹുലിന് അനുകൂലിച്ച് സംസാരിക്കുന്നവരാണല്ലോ. അത് അനുകൂലിച്ച് സംസാരിച്ചിട്ട് രാഹുലിന് പ്രതിരോധമുണ്ടാക്കുന്ന രീതിയിലാവരുത് എന്ന് കരുതുന്നതുകൊണ്ടാണ് ഇപ്പം ഈ വ്യക്തിയുടെ പേര് പറയാത്തത്. നിങ്ങൾക്ക് ഊഹിക്കാം, പല ആളുകളെയും ഊഹിക്കാം. അതിപ്പോൾ നിങ്ങളുടെ ഊഹങ്ങൾ, നിങ്ങൾ കണ്ടെത്തുന്ന വ്യക്തികൾ, നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പേരുകൾ ഇപ്പോൾ ഈ നിങ്ങൾ ഉദ്ദേശിച്ച, അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞ വ്യക്തി തന്നെ ആവണമെന്നില്ല. മേ ബി നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന വ്യക്തിയാവാം, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത വ്യക്തിയാവാം. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണെങ്കിലും
എന്തുകൊണ്ട് മാപ്രകൾക്ക് കുരു പൊട്ടുന്നു? എന്തുകൊണ്ട്? മറ്റൊന്നുമില്ല, രാഹുൽ സ്ഥാനാർത്ഥിയാവാൻ പോകുന്നു, മത്സരിക്കാൻ പോകുന്നു. ആര് പറഞ്ഞു? പലരും പറഞ്ഞു. ആരോട് പറഞ്ഞു? മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആ പറഞ്ഞ കൂട്ടത്തിൽ ചില ആളുകൾ, ഈ AKG സെൻറ്ററിൽ നിന്നുള്ള ആളുകളും അത് മാധ്യമങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. രാഹുൽ മത്സരിക്കും, അത് പാലക്കാട് മത്സരിക്കും എന്നുള്ളത്. അത് മാധ്യമങ്ങളോട് മാത്രമാണ് പറഞ്ഞു കൊടുത്തത്. അത് മാത്രമാണ് പറഞ്ഞു കൊടുത്തത് അല്ല, അത് മാത്രമല്ല പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. മാധ്യമങ്ങളോട് മറ്റു ചിലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഈ മാധ്യമപ്രവർത്തകരിലുള്ള ചില സ്ത്രീകളെ ഉപയോഗിച്ച് രാഹുലിനെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗെക്കും വരെ കത്ത് പോയിട്ടുണ്ട്. ആ കത്ത് പ്രിൻ്റ് ചെയ്തത് എവിടുന്നാ? ആ കത്ത് പ്രിൻ്റ് ചെയ്തത് AKG സെൻറ്ററിൽ നിന്നാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, AKG സെൻറ്ററിൽ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതെന്ന്? അതറിയും. അതിപ്പോൾ AKG സെൻറ്ററിലെ കാര്യങ്ങൾ ഇന്ദിരാഭവനിലും അറിയും, ഇന്ദിരാഭവനിലെ കാര്യങ്ങൾ AKG സെൻറ്ററിൽ അറിയും. അങ്ങനെ ചില കുലം കുത്തികൾ, പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ ചില കുലം കുത്തികൾ എല്ലായിടത്തുമുണ്ട്. അപ്പോൾ എസ്പെഷ്യലി രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ പറയുന്ന ചില കൂട്ടിക്കൊടുപ്പുകാർ ഇപ്പുറത്തും നിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമാണ് ഇപ്പോൾ ഈ പോയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ, അതിനിടയിൽ കൂടി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ഒരു പരാതി പോയിട്ടുണ്ടല്ലോ കോടതിക്ക് മുമ്പിൽ. കോടതിക്ക് മുമ്പിലല്ല പോയത്, പരാതി പോയിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? രാഹുൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഇപ്പം അങ്ങനെ ഒരു നീക്കം? കാരണം രാഹുൽ എങ്ങനെയെങ്കിലും ഒന്നുകൂടി പൂട്ടണം. അത് പൂട്ടിയാൽ പിന്നെ രാഹുലിന് അറ്റ്ലീസ്റ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങൾ അടങ്ങുന്നത് വരെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിൻ്റെ ജാമ്യം റദ്ദാക്കിയ അയാളെ അകത്തിടുവാനുള്ള ഒരു വെപ്രാളം മറുവശത്ത് നടക്കുന്നത്. എന്താ കാര്യം? രാഹുൽ മത്സരിക്കും, രാഹുൽ പാലക്കാട് മത്സരിക്കും, രാഹുൽ പാലക്കാട് കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കും. ഇതാണ്. അപ്പോൾ രാഹുൽ അങ്ങനെ ഒരു വാട്സപ്പ് കോൾ ചെയ്തിട്ടുണ്ടോ? പരാതിയിൽ അങ്ങനെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ കോടതി എന്ത് പറയും? രാഹുൽ അങ്ങനെ വിളിച്ചിട്ടില്ല, അതുകൊണ്ട് രാഹുൽ അങ്ങനെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല, അതുകൊണ്ട് ജാമ്യം റദ്ദാക്കേണ്ട കാര്യമില്ല എന്ന് ആര് പറയും? കോടതി പറയും. എന്ന് പറയും മാർച്ച് 6 പറയും. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താ നിൻ്റെ ഇത്ര വലിയ കോൺഫിഡൻസ് എന്ന്? നിങ്ങൾ കണ്ടോ? ഇത് ചുമ്മാ പറയുന്നതല്ല. പരാതികൾ അങ്ങനെ പലതും ഉണ്ടാവും. ഇനി ചിലപ്പോൾ വേറൊരു പുതിയ പരാതിക്കാരി ചിലപ്പോൾ വന്നേക്കാം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിട്ട്. മനസ്സിലായില്ലേ? അങ്ങനെ പലതും ഉണ്ടാവും. അതിലൊന്നും കാര്യമില്ല. കോടതി എന്ത് പറയുന്നു നോക്കിയാൽ മതി. വന്ന പരാതികളുടെ എണ്ണത്തിലല്ല കാര്യം. ഈ വന്നിരിക്കുന്ന പരാതികളിലൊക്കെ കോടതി ആവർത്തിച്ച് എന്ത് പറയുന്നു എന്ന് നോക്കിയാൽ മതി. എന്താ കാര്യം? രാഹുൽ മത്സരിക്കും. എന്താ കാര്യം? രാഹുൽ പാലക്കാട് മത്സരിക്കും. എന്താ കാര്യം? രാഹുൽ പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കും.